ഹാൽ സിനിമ ഹൈക്കോടതി ശനിയാഴ്ച കാണും. വൈകിട്ട് 7 മണിക്ക് കാക്കനാട് പടമുകൾ കളർ പ്ലാനറ്റിലാണ് ജസ്റ്റിസ് ബി.ജി. അരുൺ സിനിമ കാണുക. ഹർജിക്കാരുടെയും ഹർജിയെ എതിർക്കുന്നവരുടെയും അഭിഭാഷകരും ഉണ്ടാകും. ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, കോടതി സിനിമ കണ്ടതിന് ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെയും ജാനകി വേഴ്സസ് കേരള സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു മാറ്റത്തിന് വേണ്ടിയാണോ കോടതി സിനിമ കാണാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇത്രയധികം സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ കോടതി ഈ വിഷയത്തിൽ വിധി പറയുക? തന്നെ സൂചിപ്പിച്ചതുപോലെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അത് പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ജസ്റ്റിസ് തന്നെ നേരിട്ട് സിനിമ കാണുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വീണ്ടും സമാനമായ രൂപത്തിൽ ഹാൽ സിനിമയ്ക്ക് കൂടി സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി നിഷേധിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാതാക്കളും സംവിധായകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ ഏറ്റവും പ്രധാനമായി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എടുത്തൊരു നിലപാട്, കോടതിക്ക് സിനിമ കാണാം. ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിന് സാമൂഹിക സ്പർദ്ധയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രൂപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വളരെ സുതാര്യമായി തന്നെ കോടതി അറിയിക്കുന്നത്. കോടതി സിനിമ കാണണം, ഇതിനെ എതിർക്കുന്ന ആളുകളുടെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ സിനിമ കാണാം, അതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കാമെന്ന് നേരത്തെ തന്നെ കോടതി അറിയിച്ചു. അതിനനുസരിച്ച് കോടതി ജസ്റ്റിസ് ബി.ജി. അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആ സിനിമ കാണാം എന്ന കാര്യം നേരത്തെ പറയുകയും ഇന്ന് ആ സിനിമ ആ വിഷയം പരിഗണിക്കുമ്പോൾ സ്ഥലം, അതോടൊപ്പം തന്നെ തീയതി, എപ്പോൾ സിനിമ കാണും, എവിടെ വെച്ച് സിനിമ കാണും എന്നൊരു കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്നാണ് കോടതി നേരത്തെ അറിയിച്ചത്. ഇന്ന് ഈ വിഷയം പരിഗണിച്ചപ്പോൾ ഏത് ദിവസമായാലും സിനിമ കാണാൻ അവസരം ഒരുക്കാമെന്ന് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചു. കോടതി പറഞ്ഞത് മറ്റു വർക്കിംഗ് ഡേയിൽ പ്രധാനപ്പെട്ട കേസുകൾ നടക്കുന്നതിനാൽ വർക്കിംഗ് ഡേയിൽ കാണാൻ കഴിയില്ല, ശനിയാഴ്ച വൈകുന്നേരമോ ഞായറാഴ്ചയോ സിനിമ കാണാമെന്ന് കോടതി അറിയിച്ചു. സ്വാഭാവികമായും ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സിനിമ കാണാൻ കോടതി പറയുകയും ചെയ്തു. മറ്റൊരു വിഷയം നമുക്കറിയാം, ഇതിലൊരു രാഷ്ട്രീയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് കോടതി ജാനകി വേഴ്സസ് കേരളയിൽ കോടതി എടുത്തിരുന്ന തീരുമാനം, അതായത് സിനിമ കണ്ടതിന് ശേഷവും അതിൽ മാറ്റങ്ങൾ വരുത്തി റിലീസ് ചെയ്യാം എന്നുള്ള അനുമതി നൽകുക, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിച്ചിരുന്നു. ഇതിലും അതുതന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഒരു പക്ഷേ ഇനിയുള്ള കേസുകളിലും, അതായത് ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് സിനിമാക്കാർക്കിടയിൽ മാത്രമല്ല എഴുത്തുകാരിലും, അതായത് കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മനുഷ്യരിലും വലിയ ആശങ്കയുണ്ടാക്കുന്ന നടപടിയാകില്ലേ, ഇല്ലെങ്കിൽ കോടതി നിരീക്ഷണമാകില്ലേ? ധന്യ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മുമ്പ് വിവാദം വന്നപ്പോഴും ഇൻഡസ്ട്രിക്കകത്ത് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചില ആംഗിളുകളാണ്, ആസ്പെക്ടുകളാണ്. അതിൽ കൂടി നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ അന്നൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യം, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് സംബന്ധിച്ച് സെൻസർ ബോർഡ് മുൻകൂട്ടി ഒരു വളരെ തമാശ രൂപേണ അല്ലെങ്കിൽ ഒരു വിമർശനാത്മക രൂപേണ വന്നൊരു സാഹചര്യം അന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഏതൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചാൽ കുറെ കൂടി സൗകര്യമായിരുന്നു. പിന്നീട് അവസാന ഘട്ടത്തിൽ സിനിമയുടെ എല്ലാ പ്രൊഡക്ഷൻ സ്റ്റേജുകളും കഴിഞ്ഞ ശേഷം പിന്നീട് ഇത്തരം മാറ്റങ്ങൾ ഉയരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ ഭീമമായ സാമ്പത്തിക ചെലവ് ഒഴിവാക്കാമായിരുന്നു എന്നാണ് അന്ന് വിമർശനാത്മകമായി ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ വാർത്ത എടുക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട്, കമന്റിലൊക്കെ വന്നിട്ട്, അതായത് ജാനകി വേഴ്സസ് കേരള എന്നുള്ളത് ഒരു ഇനീഷ്യൽ മാറ്റിയാണ് പരിഹരിച്ചത്. അപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞത് ചിക്കൻ ബിരിയാണി എന്ന് മാറ്റി പരിഗണിക്കാൻ പറയുമോ കോടതി എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ വിശാലമായ ഒരു അർത്ഥത്തിൽ സെൻസർ ബോർഡ് നടപടി തന്നെ പരിഷ്കരിക്കണം എന്നൊരു ആവശ്യം കൂടി ഈ ഹർജിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്തിമഘട്ടത്തിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു തത്കാൽ സംവിധാനത്തിലാണ് അതിന്റെ അപേക്ഷ കൊടുത്തത്. ഇരട്ടി പണം മുടക്കിയാണ്. സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാം, മുൻപ് സിനിമ ഒരു ഓണം റിലീസ് ആണെങ്കിൽ, ആ ഒരു ഓണം റിലീസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ഷനും, അന്നൊന്നും ഇത്തരം വിവാദങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ റിലീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ മറ്റു കാതലായ പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിൽ വൾഗാരിറ്റിയോ അല്ലെങ്കിൽ ന്യൂഡിറ്റിയോ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയോ ആ രീതിയിലായിരുന്നു സെൻസറിങ്. പക്ഷേ ഇപ്പോൾ ബോർഡിലിരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടി സെൻസർ ചെയ്യുന്ന ആളുകളാണ് എന്നൊരു ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ഈ വിഷയത്തിൽ, ഇതിപ്പോൾ അടുത്തു തന്നെ 2ാമത്തെ കേസാണ് പരിഗണിക്കുന്നത്, അത്തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടി, ഇല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വിലയിരുത്തുന്നത് കൂടി പരിഗണിച്ചാവില്ലേ കോടതിയുടെ വിധി?
തീർച്ചയായും അതുകൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വരും. പ്രത്യേകിച്ച് ഇതിനകത്ത് നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ, ഒന്ന് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ബീഫ് ബിരിയാണി കഴിക്കുന്നു എന്നുള്ളൊരു രംഗം, ആ രംഗം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഡയലോഗുകൾ കൂടി, ചില സംഭാഷണങ്ങളിൽ കൂടി ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധ്വജപ്രണാമം, സംഘം കാവലുണ്ട്, ഗണപതി വട്ടം, അത്തരം സംഭാഷണങ്ങൾ. അതോടൊപ്പം തന്നെ രാഗി കെട്ടുന്ന രംഗം, ഒരു ആൾ തന്റെ ഐഡന്റിറ്റി മറക്കാൻ വേണ്ടി മുസ്ലിം വസ്ത്രധാരണം ഉപയോഗിച്ച് ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രംഗം, ഇത്തരത്തിൽ 15ഓളം വരുന്ന മാറ്റങ്ങളുണ്ട്. സ്വാഭാവികമായും ഇതൊന്നും ഒരു മതേതര പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എത്രയോ സിനിമകളിൽ ഉപയോഗിച്ച ചില ദൃശ്യങ്ങളൊക്കെയുണ്ട്. അതൊക്കെയാണ് മാറ്റാൻ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ചില താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമായി ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കാര്യമായി തന്നെ ഹനിക്കുന്നു. ഈ തരത്തിലുള്ള വിമർശനങ്ങളാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വിമർശിക്കുന്നത്. സ്വാഭാവികമായും ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് സിനിമയുടെ തന്നെ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ തന്നെ സിനിമയുടെ സ്ക്രിപ്റ്റ് തിരക്കഥ ഉണ്ടായി വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനൊരു സെൻസറിങ് വേണം. അതാണ് മുസ്തഫ പറഞ്ഞതാണ് പോയിന്റ്. അതായത് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം, എന്തൊക്കെ പരാമർശിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് തന്നെ സംഘപരിവാർ പടച്ചുവിട്ട ചില വാക്കുകളാണ്. സംഘം കാവലുണ്ട്, ധ്വജപ്രണാമം എന്നൊക്കെയുള്ള സംഘപരിവാറിന്റെ വാക്കുകളാണ്. അത് ഉപയോഗിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് എന്ന് അവർ തന്നെ പറയുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യവും സമൂഹത്തിൽ വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹാൽ കാണാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാകും ഹൈക്കോടതി ജസ്റ്റിസ് സിനിമ കാണുക. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.